അപ്പോൾ അതാ നമ്മൾ കുട്ടപ്പന്മാരെയൊക്കെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി യൂണിഫോം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ആ ടാസ്ക് കുറച്ച് പണിയാണ്. കാരണം നമുക്ക് ഇച്ചുമോന് യൂണിഫോം അപ്പോഴേ തേച്ചിട്ട് കൊടുക്കുന്ന കേട്ടോ ആൾക്ക് ഇഷ്ടം. അപ്പോൾ ഇതാ രാവിലെ തൊട്ട് നമ്മൾ അമ്പുടമോൻ ഇന്നും തോർത്തുമുണ്ടിൻ്റെ കൂടെ കേട്ടോ രാവിലെ മുതലേ മുണ്ടെടുത്തുകൊണ്ട് നടക്കലാണ് അവൻ്റെ പരിപാടി. അപ്പോൾ അവനെ പിണക്കി കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ അതാ അവനെയും കൂടെ ഒന്ന് സോപ്പിട്ട് നിർത്താനുള്ള പരിപാടിയിലാണ് ഞാൻ. പിന്നെ എൻ്റെ കോലം കണ്ടിട്ട് ഹരുനെട്ടെടുത്തിട്ട് നോർമലാണ്. നമുക്ക് മേക്കപ്പ് ചെയ്ത് ഒരുങ്ങി നിങ്ങളെ മുന്നിലേക്ക് നിൽക്കാനുള്ള ഒരു ടൈമും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ ഇച്ചുവിനെ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത് മുടിയൊക്കെ ചീവി കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ മുഖത്തൊരു മുരളിച്ച പോലെ വരണ്ടാന്ന് എഴുതിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തു. അമ്പുടനും മുണ്ടൊക്കെ കൊടുത്ത് പിന്നെ രണ്ടാക്കൊന്ന് കഴിക്കാനെടുത്ത് കൊടുത്ത് എത്ര സമയമില്ലാന്നുണ്ടെങ്കിലാണ് ഞാനിപ്പോൾ ഇച്ചുമോന് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ ബാക്കി എന്ത് ചെയ്യാറുള്ളൂ. കാരണം മാഷാന് കഴിക്കാൻ ഭയങ്കര മടി. അമ്പുടന് പിന്നെ ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അവന് കൊടുത്തപ്പോൾ ഒരു തൊട്ട് അവനും വായിൽ വെച്ച് കൊടുത്തു. പിന്നെ അതാ കുഞ്ഞിൻ്റെ ബുക്കുമൊക്കെ നോക്കി എല്ലാം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ബാഗിലേക്കാണ്. രാത്രി എടുത്ത് വെക്കണതിനല്ല, രാത്രി എടുത്ത് വെച്ചാലും ചിലപ്പോൾ അവൻ രാവിലെ എടുത്ത് ഇതാക്കും. ഇന്നിപ്പോൾ രാവിലെയാണ് എഴുതിയതൊക്കെ, വൈകുന്നേരം ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവന് കൊണ്ടുപോകാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചിക്കൻ കടായും ബൂരിയും കൂടെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ തലേന്ന് കടായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഒരു കഷ്ണം മാങ്ങയും കൂടെ മുറിച്ചെടുത്ത് അവനങ്ങനെ വിട്ടു. ഒരു കുന്ന് പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അടുക്കളേൻ്റെ കോലം കണ്ടിട്ട് ആരും നെട്ടത്. പിന്നെ അതൊക്കെ കഴുകി വെച്ച് ഞാൻ അവിടെ ഒക്കെ തുടച്ച് കുറച്ച് പെനവലും കൂടെ ഒഴിച്ചുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി കേട്ടോ. ആ കാണുന്ന കൊട്ടയിലുള്ള പാത്രങ്ങൾ മുഴുവൻ ഞാൻ ഇപ്പോൾ കഴുകി വെച്ചത് കണ്ടോ. നമ്മൾ അടുക്കള നല്ല കുട്ടപ്പനായിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയും കൂടെ വെച്ച് കുളിക്കാൻ പോവാന്ന് കരുതി. ഇപ്പം തന്നെ ഏകദേശം സമയമായിട്ടുണ്ട് കേട്ടോ. അടുക്കള ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു സമാധാനം എന്നറിയാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് എടുക്കുന്നതും ഒക്കെ കാണിച്ചതായിരുന്നു. പക്ഷെ ക്യാമറ ഇങ്ങനെ ഓഫായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെറുതെ പിടിച്ച് ഓഫീസിലേക്ക് പോയി. അവിടെ ചെന്നതാ ഈ ഒരു ഇരുത്തുണ്ടല്ലോ, എന്തൊരു സമാധാനമാണെന്നറിയോ. കുറച്ച് നേരം ഫാനും ഇട്ടു അങ്ങനെ അങ്ങ് ഇരിക്കും. വല്ലാത്തൊരാശ്വാസമായിട്ടോ. രാവിലത്തെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ ഇതാ അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അത് വേറെ തന്നെ, പറഞ്ഞറിയിക്കേണ്ട. അപ്പോൾ ഞാൻ ആ ഇരുത്തത്തിൽ അങ്ങ് സ്റ്റക്കായിപ്പോയി. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യം